കാളിദാസ കലാകേന്ദ്രത്തിലെ നാടകത്തിൽ ഏതെങ്കിലും ഒരു നടി വരാതിരുന്നാൽ ആ വേഷം ചെയ്യാൻ സന്ധ്യ തയ്യാറാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നേരം ഇതെങ്ങനെ ഇതിന്റെ ഡയലോഗും എല്ലാം നേരത്തെ അറിയാം, എങ്ങനെയാണ് അതിന്റെ റിഹേഴ്സൽ സമയത്ത് നമ്മളവിടെ ചെല്ലുമല്ലോ. ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് എല്ലാവരെയും ഡയലോഗുകൾ അറിയാം. ആര് വന്നില്ലല്ലോ. ഞാൻ മുകേഷ് ഏട്ടനും പോയി അഭിനയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ വിനു മോഹനില്ലേ, അവരച്ഛൻ മോഹൻകുമാർ വരാതിരുന്നപ്പം മുകേഷ് ഏട്ടൻ അഭിനയിച്ചു. കൊള്ളയെ പിടിക്കുമെന്ന് മുകേഷ് ഏട്ടൻ അഭിനയിച്ചു. റിഹേഴ്സൽ തുടങ്ങുമ്പോൾ തൊട്ടാ നിങ്ങൾ 3 പേരും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ നമ്മളെ ചെറിയ പ്രായമല്ലേ, വേഗം ക്യാച്ച് ചെയ്യുമല്ലോ. ഡയലോഗുകളും കാര്യങ്ങളും വേഗം ക്യാച്ച് ചെയ്യും. 2-3 റിഹേഴ്സൽ എത്തുമ്പോഴേ നമ്മൾ നാടകക്കാര മക്കളല്ലേ, അത് ആരും പഠിപ്പിച്ചിട്ടുള്ള അപ്പം ക്യാച്ച് ചെയ്യും. അല്ല, നാടകത്തിലേക്ക് ആദ്യം അഭിനയിക്കുന്നത് ഓർമ്മയുണ്ട്. അച്ഛനോടൊപ്പം ആണോ അഭിനയിച്ചത്? ഒരു ദിവസം ഇതിടക്ക്, പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമ ഞാൻ പഠിക്കുമ്പോഴാണ്, ഞാൻ ലീവിന് വന്നതാ. അപ്പോൾ അച്ഛൻ എൻ്റെ ഇവർ നാടകത്തിന് പോയി കഴിഞ്ഞിട്ട് ഫോൺ വന്നിട്ട് നീ എന്തെടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ആ ഡ്രൈവറുണ്ടോ? ഉണ്ട്. എന്നാൽ കരുനാപ്പള്ളിയിലോട്ട് വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചെന്നു, കരുനാപ്പള്ളി ചെന്നു. അപ്പോൾ എൻ്റെ വിചാരം ഒന്നിൽ അച്ഛൻ്റെ മരുന്ന് എന്തെങ്കിലും മറന്നു കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം എന്നെ ഏൽപ്പിക്കാനായിരിക്കും എന്ന്. കരുനാപ്പള്ളി ചെന്നപ്പോഴത്തേക്ക് ഡ്രൈവർക്ക് പറഞ്ഞു നീ തിരിച്ചു പോയിക്കാം, നീ വണ്ടി നാളെ വണ്ടി. അപ്പോഴും കാര്യം പറഞ്ഞുകൂടാ. കയറിയപ്പോൾ അച്ഛൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് തന്നു. ആ പ്രധാന നടി വന്നിട്ടില്ല. ഇത് തൃശ്ശൂരാണ് നാടകം, റീജിയണൽ തിയേറ്റർ. തൃശ്ശൂർ വരെ ടൈമുണ്ട്, വേഗം പഠിച്ചോളാൻ പറഞ്ഞു. അവനിന്ന് വായിച്ചപ്പോൾ അച്ഛൻ കൂടെ ഉള്ളവരും നമ്മുടെ മനസ്സിൽ ടെൻഷനായി. ഇത് നായികയല്ലേ, ഫുൾ പറയണ്ടേ ഡയലോഗ്. തൃശ്ശൂരെത്തി. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരാളും അറിഞ്ഞില്ല പുതിയ കളിക്ക് വന്നു എന്ന് പറഞ്ഞു. ഈ അഭിനയത്തിന്റെ സർവകലാശാലയിലാണ് ജനിച്ചു വളർന്നത്, പക്ഷെ പഠിക്കാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ്. അവിടെ ശ്യാമപ്രസാദ് ഉണ്ടോ? ഇപ്പൊ ശ്യാമപ്രസാദിനെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഋതുവിൽ അഭിനയിച്ചു. ശ്യാം വേറെ സിനിമകളിലേക്കൊന്നും ക്ഷണിച്ചില്ല. അല്ല, അത് അവരിപ്പൊ പറഞ്ഞു. ഞാൻ ആഗ്നസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് രഞ്ജിത്തും ശ്യാമും എല്ലാം പറഞ്ഞു, നമ്മൾ ഇവളെ കണ്ടെത്തേണ്ടതായിരുന്നു. പക്ഷെ അവർക്കൊക്കെ അറിയാം ഞാൻ അഭിനയിക്കുന്ന ആളാണെന്നറിയാം. പക്ഷെ എൻ്റെ ഇത് പുറത്തു വരാൻ എനിക്കൊരു ജ്യോതിശങ്കർ വേണ്ടി വന്നു. ജ്യോതിശങ്കറിന്റെ കൈകളിലൂടെ ആയിരിക്കണം ചിലപ്പം ഞാൻ മികച്ച ഒരു അഭിനയം പുറത്തു കൊണ്ടുവരാം. അല്ല, ഇത് ഇനിയിപ്പോ ഇത്തരം കഥാപാത്രങ്ങളുടെ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ? അതോ സത്യം പറഞ്ഞ ഈ നിമിഷം വരെ അങ്ങനെ ഓഫർ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ സഹോദരി ജയശ്രീ ശ്യാംലാൽ, ജയശ്രീയും അഭിനയിക്കുമായിരുന്നല്ലോ അല്ലേ? പിന്നെ ജയശ്രീ ഏറ്റവും നല്ല പോലെ അഭിനയിക്കുന്ന ആള്. അവള് യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. ആക്ട്രസ് ഇല്ല, ബെസ്റ്റ് ആക്ടർ. അതായത് ആണിന്റെ വേഷമായിരുന്നു ചെയ്തത്. അപ്പോൾ അവൾക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അന്ന് ആ പ്രാവശ്യം മുകേഷ് ഏട്ടനും മത്സരിക്കുന്നുണ്ട്, പക്ഷെ ഇവക്കാണ് കിട്ടിയത്. അന്ന് കേരള യൂണിവേഴ്സിറ്റി തന്നെ വലുതാ, ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും മറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളായിരുന്നു. അത് ഞാനാ സംവിധാനം ചെയ്തു കൊടുത്ത നാടകം. ഞാനപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുക.